അസ്സലാമലൈക്കും, നമസ്കാരം. നമ്മളിപ്പോൾ പൊതുവേ കാണുന്ന എല്ലാ വീടുകളും നോക്കുകയാണെങ്കിലും ചെറിയ വീടുകളാണെങ്കിൽ പോലും വളരെ മനോഹരമായ രീതിയിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലല്ലേ വരുന്നത്. അപ്പൊ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ പഴയ വീടിനൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിയണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചേനറ പെരുന്തിരുത്തിയിലുള്ള മുഹമ്മദ് അലി ഫാത്തിമ ദമ്പതികളുടെ മനോഹരമായ ഒരു കുഞ്ഞു സ്വർഗ്ഗാണ് കേട്ടോ. 700 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 5 സെന്റ് സ്ഥലത്ത് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ഒതുക്കത്തിൽ എന്നാൽ മനോഹരമായി നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഏകദേശം 700 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് വന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ 2 സ്പോക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മുകളിലായിട്ട് കൊടുത്ത ഈ ഒരു റെയിലിംഗും എക്സ്റ്റീരിയറിന്റെ ലുക്ക് അടിപൊളിയാക്കുകയാണ്. ഈ 2 സ്പോക്ക് ലൈറ്റ് കൂടാതെ മൊത്തത്തിൽ ഇങ്ങനെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും കിടിലം തന്നെയാണ് കേട്ടാ. ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വീട് റിനോവേഷൻ ചെയ്ത വീടാണ് കേട്ടാ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്റ്റീരിയറിലായാലും ഇന്റീരിയർ ആയാലും വളരെ ഒതുക്കത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ആളാണ് കേട്ടോ നമ്മുടെ മുഹമ്മദ് അലിക്ക, ഈ വീടിന്റെ ഹൗസ് ഓണർ. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇടതുവശത്തായിട്ട് ഈ ഒരു ഭാഗത്ത് കാർപോച്ചിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 120-190 സൈസിലാണ് കേട്ടോ ഈ കാർപോച്ച് വരുന്നത്. ഫ്ലോറിലൊന്നും വർക്ക് കംപ്ലീറ്റ് അല്ല. നമ്മുടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ ഒരു ഡിസൈനും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറില്ലേ. അകത്തേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതാ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിൽ ബോർഡറിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റും ബാക്കി ഭാഗത്തായിട്ട് മാർബണൈറ്റും ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കൂടാതെ ആ സ്റ്റെപ്പിന് മുകളിലായിട്ട് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. എൽ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു സിറ്റിംഗ് ഏരിയന്റെ താഴ്ഭാഗം വന്നിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർക്ക് ഒരു ഭംഗി കിട്ടുന്ന തരത്തിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്ന നമ്മുടെ സിറ്റിംഗ് ഏരിയന്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലറിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. 270-170 സൈസിലാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ബേസിലൊക്കെ ആയിട്ട് മാർബണൈറ്റൻ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു 2 സ്റ്റൂളും ഒരു ടീ ടേബിളും ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് മെയിൻ ഡോർ നോക്കുമ്പോൾ ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. മുകളിലായിട്ട് മാഷാഅല്ലാഹ് എന്ന് എഴുതിയ ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഡോറൊക്കെ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഡോറാണ്. ഡബിൾ ഡോർ ആയതുകൊണ്ട് തന്നെ സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അകത്തേക്ക് കയറല്ലേ. നമ്മളിതേ ഹാളിൽ എത്തിയിട്ടുണ്ട്. 420-282 സൈസിൽ വലിയൊരു ഹാളാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബോണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ എന്നാൽ വലിയൊരു ഹോളാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഹോളായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ 2 ഷോ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോർ തുറന്നകത്തേക്ക് കയറി വരുമ്പോഴേ ഇവിടെ വലിയൊരു ഹോളാണ് കേട്ടോ. ഇവിടെ ലിവിംഗ് സ്പേസ്, ഡൈനിങ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ കാണുന്നത് കിച്ചണിലേക്കുള്ള ഡോറാണ് കേട്ടോ. ഇവിടെ ടോട്ടൽ 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മുടെ ഈ ഹോളിലായിട്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിനോട് നമ്മുടെ സ്റ്റേറിനോട് ചേർന്നതാണ് ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. കൂടാതെ അടുത്ത ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ നമുക്കിനി ഹാളിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് സ്പേസ് വരിക. അവിടെ ലിവിംഗ് ഏരിയ ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പകരം ഒരു സ്റ്റഡി ഏരിയ പോലെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് ഇറ്റാലിയൻ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ ആണ്. ഇനിയിപ്പോ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിലും വുഡിന്റെ നോർമൽ ഡിസൈനിൽ വരുന്ന 6 ചെയേഴ്സും ആണ് കേട്ടാ. നമ്മുടെ ടേബിളിനോട് ചേർന്നത് ഈ ഭാഗത്തുള്ള വോളായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ടേബിൾ ഇരിക്കുന്നതിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വൈറ്റ് ബ്ലാക്ക് വുഡ് കളർ തീമിലാണ് വരുന്നത്.
വാഷ് ബേസിന് വന്നിട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയൊരു വാഷ് ബേസിനും താഴ്ഭാഗത്തായിട്ട് ഒരു 2 കുഞ്ഞു കബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ടല്ലേ നമ്മുടെ കിച്ചണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അത് നോക്കിയിട്ട് ബെഡ്റൂം ഒക്കെ കാണാം. അപ്പൊ നമ്മുടെ കിച്ചണ് നോക്കുകയാണെങ്കിൽ വളരെ ഒതുക്കത്തിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ. 270 സൈസിലാണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേ ഫ്ലോറിലായിട്ട് നോക്കിയാൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നത്. റാക്കിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സിങ്ക് വരുന്നത്. ഒരു കുഞ്ഞു സിങ്ക് ആണ്. അതിനോട് ചേർന്നത് ഇവിടെ ആയിട്ട് പാത്രം സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്തിന് ഒരു ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലൊക്കെ ആയിട്ട് വോളിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് പുകയില്ലാത്ത അടുപ്പ് വരുന്നത്. അത്യാവശ്യം വലിയൊരു അടുപ്പ് തന്നെയാണ് കേട്ടോ. അടുപ്പിന്റെ താഴ്ഭാഗം വന്നിട്ട് ഇതുപോലെ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ചിമ്മിണിയും വരുന്നുണ്ട്. നമ്മുടെ അടുപ്പിനോട് ചേർന്ന് ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെയിലിംഗും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു റാക്ക് ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റും ആണ്. താഴ്ഭാഗം ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ സ്റ്റോറേജ് സ്പേസിനൊക്കെ മൊത്തത്തിൽ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചന്റെ ലുക്ക് തന്നെ വേറെ ലെവലായിരിക്കും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ അവിടെ ആയിട്ടാണ് കേട്ടോ സ്റ്റോർ റൂം വരുന്നത്. നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് വരുമ്പോൾ സ്റ്റോർ റൂമിന് ഡോർ കൊടുത്തിട്ടില്ല കേട്ടാ. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് ഏകദേശം 120-190 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റോർ റൂം വന്നിട്ടുള്ളത്. നമ്മുടെ ഈ കിച്ചണിൽ പുറത്തേക്കായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമുക്ക് ആ ബാത്റൂം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. 170-136 സൈസിലാണ് വരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ഒതുക്കത്തിലാണ് കേട്ടോ ഇവിടെ ഓരോ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഒരു ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ 300-270 സൈസിൽ നല്ല സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു കോട്ടാണ്. നമ്മുടെ കൂട്ടിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ അവിടെ കോർണറിലായിട്ട് തന്നെ ഒരു റെഡിമെയ്ഡ് അലമാരയും വരുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വാൾഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വർക്ക് കംപ്ലീറ്റ് അല്ലേ. ഈ റൂമിലായിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വലിയൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കാണാം. ഇനിയിപ്പോ നമ്മൾ ഹോളിൽ തന്നെ വന്നിട്ട് സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ വന്നിട്ട് ഇതുപോലെ ബേസിലായിട്ട് ഗ്രാനൈറ്റും കൂടാതെ ബാക്കിയുള്ള ഭാഗത്ത് മാർബോണൈറ്റും ആണ് കേട്ടോ വരുന്നത്. ഹാൻഡ് റെയിലിംഗ് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഈ ഭാഗത്തല്ലേ നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ 120-190 സൈസിലാണ് വരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ. മൊത്തമായിട്ട് ഇതുപോലെ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ സ്റ്റെയറിനോട് ചേർന്ന് ഈ ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം. 300-270 സൈസിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈനിൽ വരുന്ന ഈ ബെഡ്റൂമിൽ ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. നല്ല സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ഒരു കോട്ട് തന്നെയാണ്. നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു വോളിലായിട്ട് കബോർഡിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടാ. ഇനിയിപ്പോ ഈ ഒരു വശത്തെ വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോളിലായിട്ട് ഒരു ട്രിപ്പിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റെഡിമെയ്ഡിന്റെ അലമാര വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അലമാരനാണ് കേട്ടാ. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.